പറഞ്ഞാൽ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എന്നാൽ ഒരു ഷോർട്ട് വീഡിയോ. അമ്മമ്മേൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു, അപ്പം അവിടെ നിന്ന് എടുത്ത വീഡിയോസ് ആട്ടോ. അപ്പോൾ അതിനെ കിട്ടുന്നത് ഇത്ര നേരം പുറത്തേനി. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കുന്ന ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ പോയിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാന്നുള്ളത്. പിന്നെ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിട്ട് ഇവരൊക്കെ ഊണ് കഴിച്ചു. ഞാൻ ബിരിയാണി കഴിച്ചു. മുട്ട ബിരിയാണി ആയിരുന്നു കേട്ടോ, 2 കോഴിമുട്ട ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മമ്മേനെ ഡ്രസ്സൊക്കെ മാറ്റി ഓപ്പറേഷന് പറഞ്ഞയച്ച് ഞങ്ങൾ നേരം മുകളിൽ പോസ്റ്റ് ആയിരുന്നു. കുറേ നേരം ഇരിക്കേണ്ടി വന്നു. അത് അമ്മമ്മേനെ ഇതാക്കുന്ന ഡോക്ടർ, അതായത് ഡ്യൂട്ടി ഡോക്ടർ എന്താ സെക്കൻഡ് ഡ്യൂട്ടി അങ്ങനെ എന്തോന്ന് പറഞ്ഞു. അപ്പം കുറച്ച് ലേഗായി. ഇതെൻ്റെ അമ്മയാട്ടോ, കണ്ടാ പറയോ ഇല്ലല്ലോ, സന്തൂർ മമ്മിയല്ലേ? സന്തോഷമാണെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അയ്യോക്ക് വയ്യ, ഞങ്ങളെക്കാട്ട് കുട്ടിക്കളിയാണ് അമ്മയ്ക്ക്. അപ്പോഴത്തേക്ക് അമ്മമ്മേൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് വിളിച്ചു. അന്നേരം അമ്മമ്മേനെ ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ അപ്പോഴത്തേക്ക് വേഗം പോയി ചായയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അമ്മമ്മയ്ക്ക് ക്ഷീണമാവുമല്ലോ. അങ്ങനെ എന്നേരം ഇനിയിപ്പം മരുന്നൊക്കെ വാങ്ങിയിരിക്കുകയാണ്. പേപ്പർ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഫയൽ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞ ഗൈസ് 8 മിനിറ്റ് കാണിച്ചു കാണുന്നുണ്ടോ? കൊടുത്തത് 2% ചാർജേ ഉള്ളൂ. കുഴങ്ങി 4 ദിവസമായിട്ട് ദിവസം ഭയങ്കര ഹെക്ടിക്കായിട്ടാണ് പോകുന്നത്. ആ ട്രിപ്പ് കഴിയുന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയില്ല, ഏട്ടൻ തീരെ ഉറങ്ങിയില്ല, അതിൻ്റെ ക്ഷീണമാണ്. നമ്മൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ എന്താ ഫയൽ റെഡി ആവാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഇത് ഏട്ടൻ്റെ ഫോണാണ്, നല്ലതില്ലേ? എൻ്റെ ഫോണിനേക്കാൾ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്താലോ രണ്ടും കൂടി. ആ ഫോണ് മൂപ്പര് പിടിച്ച് വാങ്ങി കൊണ്ടുപോയി ഗൈസ്. രണ്ടും നമ്മൾ എന്ത് വ്യത്യാസമല്ലേ? ചാർജ് അല്ലേ. ഇപ്പോൾ കാറിൽ പോയിട്ട് കുത്തിയിട്ടിട്ട് ഞാൻ ബാക്കി വീഡിയോസ് എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മൂപ്പര് തന്നാൽ അതിൽ ചെയ്യുന്നുണ്ട്. ഗൈസ് ചത്തു, ഫോണേ ചത്തു. ഇനി ഫോണ് കൊണ്ട് കാറ് കുത്തിയിട്ടിട്ട് വേണം. നേരത്തെ ഫോണ് പിടിച്ച് വാങ്ങിക്കൊണ്ടുവന്ന് തന്നെ പറഞ്ഞു. ഫോണ് കൊണ്ട് കുത്തിയിട്ടിട്ട് വേണം അത് ഓണാക്കാൻ. അതുവരെ നമുക്ക് ഇയാളെ ഫോണ് കൈവശപ്പെടുത്താം. അമ്മയെല്ലാം കൂടി ക്ഷീണിച്ച് കണ്ടോ, നമുക്ക് കണ്ണിന്റെ അടിയൊക്കെ കറത്തിക്കുന്ന. ഇനിയിപ്പോ 4 ദിവസത്തേക്ക് ലീവ് അമ്മമ്മേന്റെ പേരും പറഞ്ഞിട്ട്. അതൊന്നും ഞാൻ പോരാ. ഞങ്ങളിന്ന് ഫുള്ളാത്തേനു. ഇയാള് ഒറ്റയ്ക്ക് കുത്തിരുന്ന് ഞാൻ പുറത്ത്. ഇവിടെ അങ്ങനെ തോന്നിയ ആൾക്കാർ ഉള്ളിലേക്ക് കയറ്റൂല. എന്നെ തന്നെ എന്തോ കിട്ടിയ, സാധാരണ ഒരൊറ്റ ആളെ കയറ്റുള്ളൂ ബൈസ്റ്റാൻഡറായിട്ട്. പാവന്റെ ഭർത്താവ്. അത് ഞങ്ങൾ രാവിലെ 9:30 മണിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം സമയം 6:10. എല്ലാത്തിനും ഭ്രാന്തയിക്കുന്നു. അതാണ് ഇങ്ങനെ. ഗൈസ് ഞങ്ങൾ പോകുന്ന കൂളിംഗ് ക്ലാസ് വെച്ചാൽ ഞങ്ങളെ ഫ്രീ കത്തി നീ നാളെ വരണം. നേരെ ഞാൻ കാറ് പോയിട്ട് ഫോണൊക്കെ കൊത്തിയിട്ട് ഇനിയിപ്പം നമ്മൾ നല്ലൊരു ഹോട്ടലും തപ്പി ഇറങ്ങുക, ഭക്ഷണം കഴിക്കണം. ഒരു മൂഡില്ല. പിന്നെ ഇതിൻ്റെ നാളെ കാണിക്കാൻ വരണമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടുന്നുണ്ട് കേട്ടോ. നാളെ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വീകാറിലാണ് പോയത്. സ്വീകാറിന് നല്ല പൊറോട്ടയും ബീഫും കഴിച്ചു ഞാൻ മറ്റേ ബട്ടർ നാനില്ലേ, കുറേ കാലം കഴിക്കണം, ഒന്ന് കഴിച്ചു നോക്കണം എന്നുള്ളത്. സോ എന്താക്കി ബട്ടർ നാൻ വാങ്ങി അത് കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ എന്താ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നാളെ ഞാനിതിൻ്റെ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസത്തിൻ്റെ പാർട്ട് 2 ഇടാം. അതിലേക്കും ടാറ്റ ബൈ, സീ യു.